മലയാളം OTT വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ ദിലീപേട്ടന്റെ തങ്കമണിയാണ്. ദിലീപേട്ടന്റെ OTTയിൽ ഇറങ്ങാത്ത സിനിമയിൽ ആരാധകർ കാത്തിരിക്കുന്ന ഒന്നാണ് തങ്കമണി. ഇതൊരു റിയൽ സ്റ്റോറി സിനിമയാണ്. എന്നിട്ടും തിയേറ്ററിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ തങ്കമണി എത്തുന്നതായിട്ടാണ് ലാസ്റ്റ് റിപ്പോർട്ട്. അടുത്ത ഒരു തമിഴ് ചിത്രമാണ് ഹൗസ് മേറ്റ്സ്. ശിവകാർത്തികനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് ഈ സിനിമയുടെ OTT അവകാശങ്ങൾ നേടിയത്. സെപ്റ്റംബർ 19-നാണ് ചിത്രം OTT റിലീസിനെത്തുന്നത്. മലയാളം അടക്കമുള്ള ഒരുപാട് ഭാഷകളിലാണ് സിനിമ ഇറങ്ങുന്നത്. ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി ഇപ്പോൾ OTTയിൽ എത്താൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT കമ്മിങ് സൂൺ പോസ്റ്ററുകൾ ഔദ്യോഗികമായി മനോരമ മാക്സ് ഇറക്കിയിരിക്കുകയാണ്. ചിത്രം ഈ മാസം 20-ന് റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബസൂക്ക. പല വാർത്തകളിലും നമ്മളിപ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബസൂക്ക ഇതാ ഇപ്പോൾ എത്താൻ പോവുകയാണ്. C5-ലൂടെ ഈ മാസം 20-ന് എത്താൻ പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്നും ആവറേജ് അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇപ്പോൾ ഇതാ OTTയിൽ എത്താൻ പോവുകയാണ്. അടുത്ത ആഴ്ചയായിരിക്കും സിനിമയുടെ OTT റിലീസ്. മനോരമ മാക്സിലൂടെയായിരിക്കും ചിത്രമെത്തുക. ഹൃദയപൂർവം. മോഹൻലാലിന്റെയും സത്യൻ നന്ദിക്കാരുടെയും ഏറ്റവും പുതിയ ചിത്രം ഹൃദയപൂർവം തിയേറ്ററിൽ നിറഞ്ഞോടുകയാണിപ്പോൾ. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുന്നു. ചിത്രം ഈ മാസം 30-ന് OTTയിൽ എത്തുകയാണ്. ലോക. ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്നും 250 കോടി കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ മാസം 30-ന് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ ആയിരിക്കും ചിത്രത്തിന്റെ OTT റിലീസ്. ലോകയുടെ അടുത്ത ചാപ്റ്റർ ടോവിനോ തോമസ് ആണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. സർക്യൂട്ട്. ആസിഫ് അലിയുടെ മറ്റൊരു ചിത്രവും OTT എത്തുകയാണ്. ഈ മാസം 26-ന് മനോരമ മാക്സിലൂടെ ചിത്രം OTTയിലെത്തും. ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്നും കിട്ടിയിരുന്നത്. എന്നിട്ടും ചിത്രം പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം ഈ ചിത്രം ഒരു ചെറിയ കഥയാണ്.